അപ്പം ഇന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് 10 ഇക്വേഷൻസ് ആണ്. അതായത് cos 2x, sin 2x, tan 2x, പിന്നീട് cos 3x, sin 3x, tan 3x. അപ്പം നിങ്ങൾ വിചാരിക്കും 6 ഇക്വേഷൻസ് അല്ലേ ആവുന്നുള്ളൂ. പക്ഷേ cos 2x-ന് 4 ഇക്വേഷൻസ് ഉണ്ട്. cos 2x-ന് 4 ഇക്വേഷൻസ് ഉണ്ട്. sin 2x-ന് 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ തന്നെ 6 ഇക്വേഷനായി. പിന്നെ അതിനുശേഷം tan 2x, sin 3x, cos 3x, tan 3x. അങ്ങനെ ടോട്ടൽ 10 ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഡിറൈവ് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഇക്വേഷൻസ് നമുക്ക് മനസ്സിൽ നിൽക്കും എപ്പോഴും. അപ്പം അതുകൊണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോ ഇക്വേഷനും എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അപ്പം നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്യാൻ പോകുന്നത് cos 2x-ന്റെ ഇക്വേഷനാണ്. cos 2x. അപ്പോൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് cos x പ്ലസ് വൈയുടെ ഇക്വേഷനാണ്. cos x പ്ലസ് വൈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos x പ്ലസ് വൈ ഈക്വൽ ടു cos x cos y മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഇപ്പോൾ കോസിൻ്റെ എക്സ്പാൻഷനിൽ കോസ് കോസ് ഒന്നിച്ച് വരും, സൈൻ സൈൻ ഒന്നിച്ച് വരും. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് മൈനസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ cos 2x-ന്റെ എക്സ്പാൻഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 4 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഇപ്പോൾ കിട്ടും. 2x-ന് പകരം നമ്മൾ എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതണം. എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 2x. സോ റൈറ്റ് 2x ആസ് എക്സ് പ്ലസ് എക്സ്. അതിനുശേഷം ഇവിടുത്തെ നമ്മുടെ ഇക്വേഷനിൽ y ഇല്ല സ്ഥലത്ത് എക്സ് കൊടുത്താൽ മതി. റീപ്ലേസ് ദിസ് y ബൈ എക്സ്. y ഇല്ല സ്ഥലത്തൊക്കെ RHS-ൽ y ഇല്ല സ്ഥലത്ത് എക്സ് കൊടുക്കണം. സോ വി ഗെറ്റ് cos x cos x മൈനസ് സൈൻ എക്സ് സൈൻ എക്സ്. cos x cos x മൈനസ് സൈൻ എക്സ് സൈൻ എക്സ്. അതായത് y ഇല്ല സ്ഥലത്ത് എക്സ് തന്നെ എഴുതണം. റീപ്ലേസ് y ബൈ ഈ yക്ക് പകരം എക്സ് തന്നെ എഴുതണം. നൗ cos x ഇൻറ്റു cos x ഇസ് cos സ്ക്വയർ എക്സ്. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇസ് സൈൻ സ്ക്വയർ എക്സ്. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. അതായത് cos 2x ഈക്വൽ ടു cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. cos 2x-ന്റെ ഫസ്റ്റ് ഇക്വേഷൻ cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അതിന് നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഇക്വേഷൻ ഉപയോഗിക്കും. നേരത്തെ നമ്മൾ ആദ്യം പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്. cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഫ്രം ദിസ് ഇക്വേഷൻ cos സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഈ റിലേഷൻ നമ്മളിവിടെ ഉപയോഗിക്കും. സോ cos 2x is equal to cos 2x is equal to cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. ഈ cos സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കൊടുക്കണം. റീപ്ലേസ് cos സ്ക്വയർ എക്സ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. സോ വി ഗെറ്റ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. So this is equal to 1 minus 2 sin square x. This is second equation of cos 2x. Second equation is 1 minus 2 sin square x. First equation is cos 2x equal to cos square x minus sin square x. Second equation is cos 2x equal to 1 minus 2 sin square x. ഇനി നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അതിനും നമ്മൾ ഉപയോഗിക്കുന്നത് സെയിം റിലേഷൻ ആണ്. cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഈ റിലേഷൻ നിന്ന് സൈൻ സ്ക്വയർ എക്സിന് ഒരു എക്സ്പ്രഷൻ കിട്ടും. സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ നമ്മുടെ cos 2x ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കണം. cos 2x ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇതിൽ ഈ സൈൻ സ്ക്വയർ എക്സ് ഇല്ല സ്ഥലത്ത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുക്കണം. സോ വി ഗെറ്റ് cos സ്ക്വയർ എക്സ് cos സ്ക്വയർ എക്സ് മൈനസ് ഉണ്ട്. മൈനസിന്റെ ശേഷം നമ്മൾ എഴുതുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. മൈനസിന് ശേഷം 2 ടേംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള മൈനസും ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള മൈനസും അകത്തിരിക്കുന്ന മൈനസും ചേർന്നിട്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. പ്ലസ് കോസ് സ്ക്വയർ എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, ഇവിടെ വേറൊരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. കോസ് സ്ക്വയർ എക്സ്
പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, ഒരു പെന്നിന്റെ കൂടെ വേറൊരു പെൻ ആഡ് ചെയ്യുന്ന പോലെ ഇതൊരു പെൻ എന്ന് വിചാരിക്കുക, ഇവിടെ വേറൊരു പെൻ, സെയിം ടേം ആണ്. അപ്പൊ നമുക്ക് 2 പെൻസ് കിട്ടും. അതുപോലെ തന്നെയാണ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് 2 കോസ് സ്ക്വയർ എക്സ്. പിന്നെ വരുന്നത് -1 ആണ്. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. കോസ് ടു എക്സ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് -1. 2 കോസ് സ്ക്വയർ എക്സ് -1. ഓക്കെ, ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ കോസ് ടു എക്സിന് 3 ഇക്വേഷൻസ് പഠിച്ചു. കോസ് ടു എക്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, കോസ് ടു എക്സ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്, കോസ് ടു എക്സ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് -1. ഓക്കെ, നോട്ട് ബുക്കിൽ ഇപ്പൊ തന്നെ എഴുതിയേക്കണേ. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ എല്ലാവരുടെ കയ്യിലും നോട്ട് ബുക്കും പെന്നും വേണം. ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ കോസ് ടു എക്സിന് 3 ഇക്വേഷൻസ് പഠിച്ചു. എല്ലാരും ഒന്ന് മനസ്സിൽ പറയണേ. ഇപ്പൊ തന്നെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം. കോസ് ടു എക്സ് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, കോസ് ടു എക്സ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്, കോസ് ടു എക്സ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് -1. ഇനി ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, അത് ടാനിൽ വരുന്ന ഇക്വേഷൻ ആണ്. കോസ് ടു എക്സിന് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അത് ഡിറൈവ് ചെയ്യുന്നത്. കോസ് ടു എക്സ് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇനി ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ ടേം ആഡ് ചെയ്യാൻ പോവാണേ. ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ശ്രദ്ധിച്ച് കേൾക്കണം. ഡിവൈഡഡ് ബൈ 1 എഴുതി, അതാണ് ഞാനിപ്പോൾ എക്സ്ട്രാ ചെയ്യാൻ പോകുന്നത്. ഡിവൈഡ് ബൈ 1 എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. 5 ഇസ് ഈക്വൽ ടു 5/1, 10 ഇസ് ഈക്വൽ ടു 10/1. ഓക്കെ, 10/1 10 തന്നെ കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ ടേം കൊണ്ടുവന്നു. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഉണ്ടായിരുന്നു, അതിന് ഡിവൈഡഡ് ബൈ 1 എടുത്തു. അത് എന്തിനാ അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട എക്സ്പ്രഷൻ ടാനിലാണ്. ടാന് വരണമെങ്കിൽ നമുക്ക് സൈൻ ബൈ കോസ് ആ ഒരു ഫോമിൽ വരണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ 1 എടുക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഒരു കാര്യം കൂടി അവിടെ ചെയ്യും. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, ഈ 1ന് പകരം കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എഴുതും. ഓക്കെ, 1ന് പകരം കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി. ഓക്കെ, 1 is equal to cos square x plus sin square x. We have cos square x plus sin square x is equal to 1. അതുകൊണ്ട് 1ന് പകരം എനിക്ക് എന്ത് എഴുതാം? cos square x plus sin square x എന്ന് എഴുതാം. ഇനി നമ്മുടെ ഈ RHSൽ 4 ടേംസ് ഉണ്ട്. നമുക്ക് ടാനിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ടാന് വരണമെങ്കിൽ സൈൻ ഡിവൈഡഡ് ബൈ കോസ് വരണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ ടേംസിനെയും കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് സ്ക്വയർ എക്സ്. എല്ലാ ടേംസിനെയും കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ കോസ് ടു എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സെക്കൻഡ് ടേം, ന്യൂമറേറ്ററിലെ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. നൗ ഡിനോമിനേറ്റർ ഇസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. എല്ലാ ടേമിനെയും കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനെയും സെയിം ടേം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, അവിടെ കുഴപ്പമൊന്നും വരില്ല. സോ വി ഹാവ് ടു ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ കോസ് സ്ക്വയർ എക്സ്. നൗ ഫസ്റ്റ് ടേം കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്, രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 എന്ന് കിട്ടും. നൗ സെക്കൻഡ് ടേം സൈൻ ബൈ കോസ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ആണ്. അതിനെ നമുക്ക് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 എന്ന് വരും. സെക്കൻഡ് ടേം സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഹോൾ സ്ക്വയർ. വാട്ട് ഈസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്? സൈൻ ബൈ കോസ് ഇസ് ഈക്വൽ ടു tan. So this is equal to 1 minus tan x whole square ആണ്. നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? tan square x എന്ന് എഴുതും. So numerator is 1 minus tan square x, denominator is 1 plus tan square x. ഇതാണ് cos to x ന്റെ 4ാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഡിറൈവ് ചെയ്യുമ്പോൾ ഇത് വളരെ ഈസി ആണെന്നല്ലോ തോന്നും, പക്ഷേ പഠിച്ചു വെച്ചില്ല എങ്കിൽ പ്രോബ്ലംസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ഈ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇയർ മാത്രമല്ല സെക്കൻഡ് ഇയർ ഉപയോഗിക്കും. അത് മാത്രമല്ല നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗിനൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കും നമ്മൾ. അതുകൊണ്ട് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിറൈവ് ചെയ്യുമ്പോൾ വളരെ ഈസി അല്ലേ, അല്ല പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇക്വേഷൻസ്. പക്ഷേ അത് നമുക്ക് ആവശ്യം വരുമ്പോൾ അത്
ഏതാണോ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരണം. ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ചില ഇക്വേഷൻസ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. കോസ് ടു എക്സിന് 4 ഇക്വേഷൻസ് പഠിച്ചു, അത് എല്ലാം എല്ലാ സമയത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചില പ്രോബ്ലത്തിന് ചിലത് അതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടണമെങ്കിൽ ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. അപ്പൊ നമ്മളിപ്പോ കോസ് ടു എക്സിന് 4 ഇക്വേഷൻസ് പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സൈൻ ടു എക്സിന്റെ ഇക്വേഷൻസ് ആണ്. സൈൻ ടു എക്സിന് 2 ഇക്വേഷൻസ് ഉണ്ട്. ഇത് ഡിറൈവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സൈൻ എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ ആണ്. സൈൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. Now sin 2x we can write it as sin x plus x. 2x നെ x plus x ആയിട്ട് എഴുതണം. x plus x is equal to 2x. അതുകൊണ്ട് ഈ y ഉള്ള സ്ഥലത്ത് നമ്മൾ എന്താ എഴുതേണ്ടത്? റീപ്ലേസ് y by x. ഈ y ഉള്ള സ്ഥലത്ത് ഇവിടെ ഇരിക്കുന്നത് x ആണ്. ഓക്കെ, വൈക്ക് പകരം ഇരിക്കുന്നത് x ആണ്. അപ്പൊ നമ്മുടെ RHSൽ ഈ ഇക്വേഷന്റെ RHSൽ y ഉള്ള സ്ഥലത്ത് x തന്നെ എഴുതണം. So replacing y by x, we get sin x cos x plus cos x sin x. Cos x sin x. Now this is equal to, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ആദ്യത്തെ ടേം sin x into cos x ആണ്, രണ്ടാമത്തെ ടേം cos x into sin x ആണ്. cos x into sin x എന്ന് വെച്ച് കഴിഞ്ഞാൽ sin x into cos x തന്നെയാണ്. ഓക്കെ, പ്രൊഡക്റ്റ് ആണ്, പ്രൊഡക്റ്റ് ഇസ് കമ്മ്യൂട്ടേറ്റീവ്. 2 into 3 is equal to 3 into 2 എന്ന് എഴുതുന്ന പോലെ 2 into 3 is equal to 3 into 2. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. cos x sin xന് പകരം നമുക്ക് sin x cos x തന്നെ എഴുതാം. sin x cos x പ്ലസ് രണ്ടാമത്തെ ടേമിനെ sin x cos x തന്നെ എഴുതാം. പ്രൊഡക്റ്റ് ഇസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഫസ്റ്റ് ടേം sin x cos x, സെക്കൻഡ് ടേമും sin x cos x തന്നെയാണ്. സോ ആൻസർ ഇസ് 2 sin x cos x. 2 പ്രാവശ്യം വരുന്നുണ്ട്. x plus x 2x എന്ന് പറയുന്ന പോലെ sin x cos x plus sin x cos x is 2 sin x cos x. So this is the first equation. Sin 2x is equal to 2 sin x cos x. Sin 2x is equal to 2 sin x cos x. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അത് ടാനിൽ വരുന്ന ഇക്വേഷൻ ആണ്. നമ്മൾ അതിനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് ഓൾറെഡി കിട്ടിയ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് 2 sin x cos x. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 2 sin x cos x ഡിവൈഡഡ് ബൈ 1. ഒരു 1 ഞാൻ അവിടെ എക്സ്ട്രാ എഴുതും. ഓക്കെ, 5 by 1 is 5. അതുകൊണ്ട് 2 sin x by cos x, 2 sin x cos x by 1 is 2 sin x cos x. ആ ഒരു 1 ഞാൻ അവിടെ എക്സ്ട്രാ ചേർക്കും. ദാറ്റ് ഇസ് 2 sin x cos x. ഇനി ഈ 1ന് പകരം sin square x പ്ലസ് cos square x എന്ന് എഴുതും. തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെയാണ്. നൗ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ cos square x. നമുക്ക് വേണ്ടത് tan ആണ്. ഇപ്പൊ ഡിനോമിനേറ്ററിൽ cos വരണം. അതുകൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡിങ് ബൈ cos square x. So we get sin 2x is equal to 2 sin x cos x divided by cos square x. ഇനി ഡിനോമിനേറ്ററിൽ 2 ടേംസ് ഉണ്ട്. ആ 2 ടേംസിനെയും cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡിങ് ഡിനോമിനേറ്റർ ബൈ cos square x. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ന്യൂമറേറ്റർ ശ്രദ്ധിച്ചാൽ ഇവിടെ cos x ഉണ്ട്, ഡിനോമിനേറ്ററിൽ cos square x ഉണ്ട്. cos square x എന്ന് വെച്ചാൽ cos x into cos x ആണ്. അപ്പോൾ ഒരു cos x ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവിടെ 2 sin x ഡിവൈഡഡ് ബൈ cos x എന്ന് കിട്ടും. ഒരു cos x ക്യാൻസൽ ചെയ്ത് പോകും, ഡിനോമിനേറ്ററിൽ ഒരു cos x ഉണ്ടാകും. ഇനി ഡിനോമിനേറ്ററിലത്തെ ആദ്യത്തെ ടേം sin square x by cos square x, that is sin x by cos x whole square. രണ്ടാമത്തെ ടേം cos square x divided by cos square x divided by cos square x is 1. Okay, so sin 2x is equal to numerator sin x divided by cos x. അത് മാറിയിട്ട് എന്ത് വരും? tan x എന്ന് വരും. So 2 tan x divided by denominatorൽ tan square x plus 1 എന്ന് വരും. Okay, sin by cos is tan. So tan square x plus 1 നമ്മൾ സാധാരണ എഴുതുന്നത് 1 plus tan square x.
1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് രണ്ടും ഒന്ന് തന്നെയാണ്. ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 1 is equal to 1 plus tan square x. So, second equation is sin 2x is equal to 2 tan x divided by 1 plus tan square x. Okay, first equation of sin 2x is 2 sin x into cos x. Second equation of sin 2x is 2 tan x divided by 1 plus tan square x. ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് tan 2xന്റെ ഇക്വേഷൻ ആണ്. tan 2x ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് tan x പ്ലസ് വൈയുടെ ഇക്വേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ tan x പ്ലസ് വൈയുടെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. tan x പ്ലസ് വൈയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് tan 2xന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. tan x plus y is tan x plus tan y divided by 1 minus tan x into tan y. Okay, tan x plus y is tan x plus tan y divided by 1 minus tan x into tan y. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂ. Okay, so we have to use the equation tan x plus y equal to tan x plus tan y divided by 1 minus tan x tan y. ഈ tan 2xനെ നമ്മൾ എഴുതേണ്ടത് tan x plus x. Okay, tan x plus x. ഈ y ഉള്ള സ്ഥലത്ത് x തന്നെ കൊടുക്കണം. So we get tan x plus tan x. ഈ yക്ക് പകരം RHSലെ yക്ക് പകരം x തന്നെ. Replace y by x. Denominator is 1 minus tan x into tan x. Okay, ഈ yക്ക് പകരം x തന്നെ എഴുതി. Now numerator tan x plus tan x. x plus x ഇല്ല പോലെ. x plus x 2x. tan x plus tan x is 2 tan x. 2 tan x divided by 1 minus tan x into tan x is tan x whole square. Tan x whole square, we write it as tan square x. So this is the equation for tan 2x. Tan 2x ന് ഒറ്റൊരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. Tan 2x is equal to 2 tan x divided by 1 minus tan square x. 1 minus tan square x. Cos 2x ന് 4 ഇക്വേഷൻസ് ഉണ്ട്. sin 2x ന് 2 ഇക്വേഷൻസ് ഉണ്ട്. tan 2x ന് ഈ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. tan 2x is equal to 2 tan x divided by 1 minus tan square x. ഇതിപ്പോൾ തന്നെ പഠിച്ചോളൂ. കുറച്ച് കഴിയുമ്പോൾ tan 3xന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ഇക്വേഷൻ ഇപ്പോൾ തന്നെ പഠിക്കണം. tan 2x is equal to 2 tan x divided by 1 minus tan square x. മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിക്കോളൂ. tan 2x is equal to 2 tan x divided by 1 minus tan square x. ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് sin 3xന്റെ ഇക്വേഷൻ ആണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് sin x plus yയുടെ ഇക്വേഷൻ ആണ്. sin x plus y is equal to sin x cos y plus cos x sin y. ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ഈ sin 3xനെ എങ്ങനെ എഴുതണം? 3xനെ എങ്ങനെ എഴുതണം? എങ്ങനെ എഴുതണം? x plus 2x. x plus y ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. രണ്ട് ടേംസ് വരണം. x plus y വരണം. അപ്പോൾ 3xനെ നമ്മൾ എഴുതേണ്ടത് x plus 2x ആണ്. അപ്പോൾ നമ്മൾ ഈ y ഉള്ള സ്ഥലത്ത് yക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് 2x ആണ്. yക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് 2x. Replace y by 2x. So this is equal to sin x cos y ആന്നിരിക്കുന്നേ. yക്ക് പകരം 2x കൊടുക്കണം. cos x sin y ആന്നിരിക്കുന്നേ. yക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? 2x എന്ന് കൊടുക്കണം. Okay, so sin x plus 2x is equal to sin x cos 2x plus cos x sin 2x. Now this is equal to sin x. ഇനി cos 2xനെ നമുക്ക് അവസാനം കിട്ടുന്ന ഇക്വേഷനിൽ RHSലെ എല്ലാ ടേംസും സൈനിലേക്ക് ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ cos 2x cos x ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എല്ലാത്തിനെയും സൈനിലേക്ക് കൊണ്ടുവരും. അതിനെ നമ്മൾ cos 2xന് ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം. cos 2xന് 4 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. cos 2x equal to cos square x minus sin square x, 1 minus 2 sin square x, 2 cos square x minus 1. Okay, 1 minus tan square x divided by 1 plus tan square x. ഇതിൽ ഏത് ഇക്വേഷൻ ആയിരിക്കും ഇവിടെ ഉപയോഗിക്കേണ്ടത്? സൈന് മാത്രം. RHSൽ sin x ഉള്ള ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്.
അപ്പൊ ഏത് ഇക്വേഷൻ ആയിരിക്കും നമ്മൾ കോസ് ടു എക്സിന് ഉപയോഗിക്കേണ്ടത്? കോസ് ടു എക്സ് ഇസ് ഈക്വൽ ടു RHSൽ സൈന് മാത്രം ഉണ്ടാവണം, സൈൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാവണം. അപ്പൊ ഏത് ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. കോസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ ഈ കോസ് ടു എക്സ് ഉള്ള സ്ഥലത്ത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതണം. പ്ലസ് രണ്ടാമത്തെ കോസ് എക്സ് അതുപോലെ തന്നെ വെക്കാം, കുഴപ്പമില്ല. ഈ സൈൻ ടു എക്സിന് പകരം സൈൻ ടു എക്സിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മള്, 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ആ ഇക്വേഷൻ അവിടെ ഉപയോഗിക്കണം. സൈൻ ടു എക്സിന്റെ ഇക്വേഷൻ 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇനി ഇവിടുത്തെ ആദ്യത്തെ ടേം ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റിന്റെ പുറത്തൊരു സൈൻ എക്സ് ഉണ്ട്. ഈ സൈൻ എക്സ് കൊണ്ട് ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സൈൻ എക്സ് ഇൻറ്റു 1 ഇസ് സൈൻ എക്സ്. ബ്രാക്കറ്റിന്റെ പുറത്തിരിക്കുന്ന സൈൻ എക്സ് കൊണ്ട് അകത്തിരിക്കുന്ന രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു, സൈൻ എക്സ് ഇൻറ്റു 1 ഇസ് സൈൻ എക്സ്. അവിടെ വരുന്ന സൈൻ മൈനസ് ആണ്, മൈനസ് ഇട്ടു. ഇനി സൈൻ എക്സ് കൊണ്ട് രണ്ടാമത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം, സൈൻ എക്സ് ഇൻറ്റു 2 സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് 2 ഉണ്ട്. സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്, അതായത് ഇതുപോലെയാണ് ഇരിക്കുന്നത്, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് 3 പ്രാവശ്യം വന്നാൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? എക്സ് ക്യൂബ് ആണ്. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് എക്സ് ക്യൂബ്. സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഇസ് സൈൻ എക്സ് ഹോൾ ക്യൂബ് വരും. 3 പ്രാവശ്യം സൈൻ വന്നു. ഇവിടെ ഒരു പ്രാവശ്യമുണ്ട്, ബ്രാക്കറ്റിന്റെ പുറത്ത് ഒരു പ്രാവശ്യം സൈൻ എക്സ് ഉണ്ട്, ബ്രാക്കറ്റിന്റെ അകത്ത് 2 പ്രാവശ്യമുണ്ട് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഉണ്ട്. ഇപ്പൊ 3 സൈൻ എക്സ് വന്നാൽ അത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? സൈൻ എക്സ് ഹോൾ ക്യൂബ് ആണ്. സൈൻ എക്സ് ഹോൾ ക്യൂബിനെ നമ്മൾ എഴുതുന്നത് സൈൻ ക്യൂബ് എക്സ് ആണ്. സൈൻ സ്ക്വയർ എക്സ് എഴുതുന്ന പോലെ തന്നെ സൈൻ എക്സ് ഹോൾ ക്യൂബ് ഇസ് സൈൻ സ്ക്വയർ എക്സ്. ഇതാണ് ഫസ്റ്റ് ടേം. ചെയ്തത് ബ്രാക്കറ്റിന്റെ അകത്തിരിക്കുന്ന 2 ടേംസിനെ പുറത്തിരിക്കുന്ന സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. സൈൻ എക്സ് ഇൻറ്റു 1 ഇസ് സൈൻ എക്സ്. സൈൻ എക്സ് ഇൻറ്റു മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ഇസ് മൈനസ് 2 സൈൻ ക്യൂബ് എക്സ്. ഇനി നെക്സ്റ്റ് വരുന്ന ടേംസിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, അത് ആദ്യം തന്നെ വെച്ചു. പിന്നെ ഒരു സൈൻ എക്സ് ഉണ്ട്, അത് ഇവിടെ എഴുതി. പിന്നെ ഇരിക്കുന്നത് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്, അതായത് കോസ് സ്ക്വയർ എക്സ് ആണ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഇസ് കോസ് സ്ക്വയർ എക്സ്. ഇനി നമ്മൾ ഈ കോസ് സ്ക്വയർ എക്സിനെ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഇതിൽ നിന്നും കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്, ഈ ഇക്വേഷൻ കിട്ടും. കോസ് സ്ക്വയർ എക്സിനെ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. സോ വി ഗെറ്റ് സൈൻ എക്സ് മൈനസ് 2 സൈൻ ക്യൂബ് എക്സ് പ്ലസ് 2 സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എഴുതണം. സോ ദിസ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് 2 സൈൻ ക്യൂബ് എക്സ്. ഇനി ഈ ബ്രാക്കറ്റിന്റെ പുറത്തിരിക്കുന്ന ടേം കൊണ്ട് അകത്തിരിക്കുന്ന 2 ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 2 സൈൻ എക്സ് ഇൻറ്റു 1, 2 സൈൻ എക്സ് ഇൻറ്റു 1 ഇസ് 2 സൈൻ എക്സ്. പിന്നെ വരുന്ന സൈൻ നെഗറ്റീവ് ആണ്. 2 സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഇസ് 2 സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഇസ് സൈൻ ക്യൂബ് എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇനി ഫസ്റ്റ് ടേം ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു സൈൻ എക്സ് ഉണ്ട്. സൈൻ എക്സ് വരുന്ന വേറൊരു ടേമും കൂടി ഉണ്ട്, സൈൻ എക്സ് പ്ലസ് 2 സൈൻ എക്സ്. ഓക്കെ, സൈൻ എക്സ് പ്ലസ് 2 സൈൻ എക്സ് ഇസ് 3 സൈൻ എക്സ്. ഫസ്റ്റ് ടേമിൽ ഒരു സൈൻ എക്സ് ആണുള്ളത്, ഈ മൂന്നാമത്തെ ടേമിൽ 2 സൈൻ എക്സ് ഉണ്ട്. ഓക്കെ, ആ 2 ടേംസും ചേർക്കുമ്പോൾ 1 സൈൻ എക്സ് പ്ലസ് 2 സൈൻ എക്സ്, ദാറ്റ് ഇസ് 3 സൈൻ എക്സ്. 1 പ്ലസ് 2 ഇസ് 3 സൈൻ എക്സ്. ഇനി നോക്കി രണ്ടാമത്തെ ടേമും നാലാമത്തെ ടേമും നോക്കി, രണ്ടും സിമിലർ ടേംസ് ആണ്. സൈൻ ക്യൂബ് എക്സ് ആണ്. മൈനസ് 2 സൈൻ ക്യൂബ് എക്സ് മൈനസ് 2 സൈൻ ക്യൂബ് എക്സ്, അതായത് മൈനസ് 2 വരും, മൈനസ് 4. മൈനസ് 2 ഇസ് മൈനസ് 4. സോ മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. ഇതാണ് സൈൻ 3xന്റെ ഇക്വേഷൻ. ആദ്യം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടെന്ന് തോന്നും, പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിക്കാൻ ഈസിയാണ്. ഒരു 1-2 പ്രാവശ്യം എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. കോസ് 3xന്റെ ഇക്വേഷൻ കൂടി ഡിറൈവ് ചെയ്ത ശേഷം ഈ 2 ഇക്വേഷൻ ഒന്നിച്ച് പഠിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുമത്. ഓക്കെ, സൈൻ 3x കഴിഞ്ഞു, കോസ് 3xന്റെ ഇക്വേഷൻ സിമിലർ ആയ ഇക്വേഷൻ വരും. അപ്പോൾ അത് 2 നമുക്ക് ഒന്നിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കി വെക്കേണ്ടത്, സൈൻ 3x ഇസ് ഈക്വൽ ടു 3 sin x മൈനസ് 4 sin ക്യൂബ് എക്സ്. ഓക്കെ, സൈൻ എക്സും സൈൻ ക്യൂബ് എക്സ് ആണ് അപ്പുറത്ത് വരുന്നത്. സൈൻ എക്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ടാകും, സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ടാകും. പിന്നെ കോൺസ്റ്റന്റ് വരുന്നത് 3ഉം 4ഉം ആണ്. കോൺസ്റ്റന്റ് RHS വരുന്ന കോൺസ്റ്റൻസ് 3ഉം 4ഉം ആണ്. ഫങ്ഷൻസ് വരുന്നത് സൈൻ എക്സും സൈൻ ക്യൂബ് എക്സും ആണ്. ഓക്കെ, ആ രണ്ട് കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ cos 3xന് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അപ്പൊ cos 3xന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ ഏത് ഇക്വേഷൻ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്? cos x plus y. cos x plus y is equal to cos x cos y. cos ഒന്നിച്ച് വരും. ഇവിടെ LHS പ്ലസ് ആണെങ്കിൽ RHS മൈനസ് വരും. sin x sin y. cos x cos y മൈനസ് sin x sin y. ഇനി cos 3xനെ നമ്മൾ എഴുതേണ്ടത് cos x plus 2x ഇതുപോലെ എഴുതണം. ഓക്കെ, അപ്പൊ ഈ y ഉള്ള സ്ഥലത്ത് yക്ക് പകരം നമ്മൾ 2x എന്ന് കൊടുക്കണം. RHS ഇരിക്കുന്ന yക്ക് പകരം 2x എന്ന് കൊടുക്കണം. സോ ദിസ് ഇസ് ഈക്വൽ ടു cos x cos 2x മൈനസ് sin x sin 2x. cos x cos 2x മൈനസ് sin x sin 2x. cos ഒന്നിച്ച് വരും, sin ഒന്നിച്ച് വരും. LHS പ്ലസ് ആണെങ്കിൽ RHS മൈനസ് വരും. ഇനി എല്ലാ ടേംസിനെയും നമ്മൾ കോസിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാ ടേംസിനെയും കോസിൽ എഴുതും. നൗ ഫസ്റ്റ് ടേം ഇസ് cos x. ഈ cos 2xന് പകരം 2 cos square x മൈനസ് 1 ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നേരത്തെ sin 3x നമ്മൾ ഉപയോഗിച്ചത് 1 മൈനസ് 2 sin square x ആണ്. അത് സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ കോസിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നേ. അപ്പൊ നമ്മൾ cos 2xന് പകരം 2 cos square x മൈനസ് 1 ആ ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. മൈനസ് sin x. sin 2xന്റെ കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ 2 sin x ഇൻറ്റു cos x. സൈനും കോസിൽ വരുന്ന ഒരു ഇക്വേഷനെ sin 2xന് ഇല്ലു. പക്ഷെ cos 2x പറയുമ്പോൾ കോസും സൈനിലും വരുന്ന 3 ഇക്വേഷൻസ് ഉണ്ട്. അത് ഏതാന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഇപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് കോസിലേക്കാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ 2 cos square x മൈനസ് 1. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇനി ബ്രാക്കറ്റിന്റെ പുറത്തിരിക്കുന്ന ടേം കൊണ്ട് അകത്തിരിക്കുന്ന രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 cos x ഇൻറ്റു cos square x cos ക്യൂബ് x. 3 ടേംസ് ഉണ്ട്. cos x ഇവിടെ 2 cos x വരും. സോ cos ക്യൂബ് x. ഇനി ബ്രാക്കറ്റിന് പുറത്തിരിക്കുന്ന ടേം കൊണ്ട് രണ്ടാമത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് ഉണ്ട്. cos x ഇൻറ്റു 1 ഇസ് cos x. ഇനി അപ്പുറത്തെ ടേം അവിടെ ഒരു കോൺസ്റ്റന്റ്, അത് ആദ്യം എഴുതാം. cos xനെ രണ്ടാമതായിട്ട് എഴുതി. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ഒരു sin x ഇവിടെ ഒരു sin x ആണ്. sin x ഇൻറ്റു sin x ഇസ് sin സ്ക്വയർ x. ഇനി നമ്മൾ ഒരു സ്റ്റെപ്പ് ഇവിടെ ചെയ്യാനുണ്ട്. അതെന്തായിരിക്കും? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ sin സ്ക്വയർ എക്സിന് പകരം cos സ്ക്വയർ എക്സിൽ നമ്മൾ എഴുതണം. sin സ്ക്വയർ എക്സിനെ കോസിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ cos സ്ക്വയർ എക്സ് പ്ലസ് sin സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. സോ sin സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് cos സ്ക്വയർ എക്സ്. സോ ദിസ് sin സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് cos സ്ക്വയർ എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 cos ക്യൂബ് എക്സ് മൈനസ് cos എക്സ് മൈനസ് 2. ഈ ബ്രാക്കറ്റിന്റെ പുറത്തിരിക്കുന്ന ടേം കൊണ്ട് അകത്തിരിക്കുന്ന ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു. 2 cos x ഇൻറ്റു 1 ഇസ് 2 cos x. ഇനി ബ്രാക്കറ്റിന്റെ പുറത്തിരിക്കുന്ന ടേം ഇവിടെ മൈനസ് ആണ് ഇരിക്കുന്നത്. ഇവിടെയും മൈനസ് ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. പിന്നെ ഒരു കോൺസ്റ്റന്റ് 2 ഉണ്ട്. cos x ഇൻറ്റു cos x ഇസ് cos ക്യൂബ് എക്സ്. 3 പ്രാവശ്യം cos വരും. cos x ഇൻറ്റു cos x ഇൻറ്റു cos x. ദാറ്റ് ഇസ് cos ക്യൂബ് എക്സ്. ഇനി ഒരു സ്റ്റെപ്പും കൂടി ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഇവിടെ ഫസ്റ്റ് ടേം 2 cos ക്യൂബ് എക്സ്, ലാസ്റ്റ് ടേം 2 cos ക്യൂബ് എക്സ്. ഓക്കെ, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 4 എണ്ണം. സോ 4 cos ക്യൂബ് എക്സ്. 4 cos ക്യൂബ് എക്സ്. അതുപോലെ cos എക്സ് എന്ന് പറഞ്ഞ ടേം ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ഒരു -2 ഉണ്ട്. -1 -2 is -3. സോ -3 cos എക്സ്. ഇതാണ് ഇക്വേഷൻ. cos 3x is equal to cos 3x is equal to 4 cos cube x minus 3
കോസ് എക്സ്. അപ്പോൾ ഇവിടെ വരുന്ന ടേംസ് ഒന്ന് ശ്രദ്ധിച്ചേ. കോൺസ്റ്റന്റ് വരുന്നത് 4ഉം 3ഉം ആണ്. 4ഉം 3 ആണ്. പിന്നെ ഫങ്ഷൻസ് വരുന്നത് കോസ് ക്യൂബ് എക്സും കോസ് എക്സും ആണ്. ഓക്കെ, 4ഉം 3ഉം ആണ് കോൺസ്റ്റന്റ്. പിന്നെ എക്സിൽ വരുന്ന ടേംസ് കോസ് ക്യൂബ് എക്സും കോസ് എക്സും ആണ്. സൈൻ 3x ഇക്വേഷനിലും സിമിലർ ആയ ഇക്വേഷൻ ആണ്. അവിടെ വരുന്നത് 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. ഇപ്പൊ തന്നെ എല്ലാവർക്കും ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ടാകും. കോൺസ്റ്റന്റ് 3ഉം 4ഉം ആണ്. പിന്നെ സൈൻ എക്സും സൈൻ ക്യൂബ് എക്സ് അല്ലെങ്കിൽ കോസ് എക്സും കോസ് ക്യൂബ് എക്സ് പവർ 1ഉം 3ഉം ആണ്. സൈൻ എക്സിന്റെ പവർ സൈൻ എക്സ് റൈസ് ടു 1 ആണ്. ഇത് രണ്ടാമത്തതിൽ സൈൻ എക്സ് റൈസ് ടു 3 ആണ്. പവർ വരുന്നത് 1ഉം 3ഉം ആണ്. കോൺസ്റ്റന്റ് വരുന്നത് 3ഉം 4ഉം ആണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, സൈൻ 3x 3 സൈൻ എക്സ് ആദ്യം വരും, കോസ് 3x 3 കോസ് എക്സ് രണ്ടാമത് വരും. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻ കിട്ടും. പിന്നെ ഇവിടെ RHS നടുക്ക് വരുന്ന സൈൻ 2ന് മൈനസ് ആണ്. കോസ് 3x is equal to 4 cos cube x minus 3 cos x. Sin 3x is equal to 3 sin x minus 4 sin cube x. ഇപ്പൊ നമ്മൾ 9 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. cos 2x-ന് 4 എണ്ണം, sin 2x-ന് 2 എണ്ണം, പിന്നെ tan 2x, sin 3x, cos 3x. ഇനി ലാസ്റ്റ് ഒരു ഇക്വേഷൻ കൂടി ഇപ്പൊ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അതേതാ? tan 3x ആണ്. tan 3x-ന്റെ ഇക്വേഷൻ കൂടി ഡിറൈവ് ചെയ്താൽ 10 ഇക്വേഷൻസ് നമ്മളിപ്പോൾ പഠിക്കും. പഠിച്ച പോലെ ഓക്കെ, 10 ഇക്വേഷൻസ് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് പഠിച്ചു. അപ്പൊ ഈ tan 3x-നെ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതായിരിക്കും? tan x പ്ലസ് വൈ. പറഞ്ഞു നോക്കട്ടെ, എന്താ tan x പ്ലസ് വൈ? tan x പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ എന്താ? പറഞ്ഞോളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? എന്താ tan x പ്ലസ് വൈ? tan x plus tan y divided by 1 minus tan x tan y. 1 minus tan x tan y. Tan x plus y equal to tan x plus tan y divided by 1 minus tan x into tan y. Okay. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് tan 3x-ന് അവസാനം നമുക്ക് ടാനിൽ തന്നെ ആൻസർ കിട്ടുന്ന പോലെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. tan 3x is equal to tan x plus 2x. 3x-നെ x plus 2x എഴുതണം. ഈ yക്ക് പകരം, ഇക്വേഷനിൽ ഇരിക്കുന്ന yക്ക് പകരം 2x കൊടുക്കണം. റീപ്ലേസ് y by 2x. So this is equal to tan x plus tan 2x divided by 1 minus tan x into tan 2x. ശ്രദ്ധിച്ച് കേൾക്കണേ എല്ലാവരും. tan x plus y is equal to tan x plus tan y divided by 1 minus tan x tan y ആണ്. ഇപ്പൊ ഇവിടെ y ഉള്ള സ്ഥലത്ത് 2x കൊടുത്താൽ tan x plus tan 2x divided by 1 minus tan x tan 2x കിട്ടും. ഇനി ഇതിനെ ടാനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ tan 2x-നെ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കണം. tan 2x is equal to 2 tan x divided by 1 minus tan square x. tan 2x-ന് തൊട്ട് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ് ഇത്. tan 2x is equal to 2 tan x divided by 1 minus tan square x. ആ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കണം. ഡിനോമിനേറ്റർ 1 minus tan x, tan 2x-ന് പകരം 2 tan x divided by 1 minus tan square x എന്ന് എഴുതണം. ഇനി ശ്രദ്ധിച്ച് കേൾക്കാം. ഇവിടെ ന്യൂമറേറ്ററിൽ ഫസ്റ്റ് ടേം tan x ആണ്. അതായത് tan x ഡിവൈഡഡ് ബൈ 1 ആണത്. ഓക്കെ, tan x-നെ നമുക്ക് ഇങ്ങനെ എഴുതാം. tan x ഡിവൈഡ് ബൈ 1 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 1 എഴുതുകൊണ്ട് ഒരു കുഴപ്പമില്ല, സെയിം ടേം തന്നെ കിട്ടും. അപ്പൊ ഫസ്റ്റ് ടേമിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. സെക്കൻഡ് ടേമിന്റെ ഡിനോമിനേറ്റർ 1 മൈനസ് tan സ്ക്വയർ x ആണ്. അപ്പൊ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാൻ ഡിനോമിനേറ്റർ എടുക്കേണ്ടത് 1 മൈനസ് tan സ്ക്വയർ x ആണ്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിനോമിനേറ്റർ എടുക്കേണ്ടത് 1 മൈനസ് tan സ്ക്വയർ x. ഡിനോമിനേറ്റർ വരുന്നത് 1 മൈനസ് tan സ്ക്വയർ x. അപ്പൊ അത് വെറുതെ എടുക്കാൻ പറ്റൂല. ഫസ്റ്റ് ടേമിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പൊ അതിന്റെ ഡിനോമിനേറ്റർ 1 മൈനസ് tan സ്ക്വയർ എടുക്കണമെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് ടേമിന്റെ ഡിനോമിനേറ്റർ 1 ആണ്, അതിന്റെ ഡിനോമിനേറ്റർ 1 മൈനസ് tan സ്ക്വയർ x എന്ന് എടുക്കണമെങ്കിൽ ന്യൂമറേറ്ററിനെയും 1 മൈനസ് tan സ്ക്വയർ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ tan x into 1 minus tan square x. tan x into 1 minus tan square x plus 2 tan x.
ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഉണ്ടാകും. ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ ഡിനോമിനേറ്ററിൽ 1ന്റെ ഡിനോമിനേറ്റർ 1 ആണ്. സെക്കൻഡ് ടേമിന്റെ ഡിനോമിനേറ്റർ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. So we have to take 1 minus tan square x as denominator. So first term is 1 into 1 minus tan square x. 1 into 1 minus tan square x is 1 minus tan square x. ഇനി ഒന്നും കൂടി ശ്രദ്ധിക്കണേ. സെക്കൻഡ് ടേമിൽ ഈ മൈനസ് ഉണ്ട്, പിന്നെ അവിടെ ഇരിക്കുന്നത് tan x into 2 tan x ആണ്. tan x into 2 tan x, that is 2 tan square x. tan x into 2 tan x, that is 2 into tan x into tan x, that is tan square x. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഡിനോമിനേറ്റർ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഉണ്ട്. അതേ ടേമാണ് ഇവിടെയും ഇരിക്കുന്നത് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. അത് തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിന്റെ പുറത്തിരിക്കുന്ന ടാൻ എക്സ് കൊണ്ട് ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന രണ്ട് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. tan x into 1 is tan x minus tan x into tan square x is tan cube x. പുറത്തിരിക്കുന്ന tan x കൊണ്ട് ബ്രാക്കറ്റിന്റെ അകത്തിരിക്കുന്ന രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്തു. tan x into 1 is tan x, tan x into tan square x is tan cube x. പിന്നെ അവിടുത്തെ രണ്ടാമത്തെ ടേം 2 tan x ആണ്. ലാസ്റ്റ് ടേം അത് അതുപോലെ എഴുതി, 2 tan x എഴുതി. ഇനി ഡിനോമിനേറ്ററിൽ ഈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിന്റെ ഈ ടേം 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഉണ്ട്, പിന്നെ മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് ഉണ്ട്. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇനി ഈ ഫസ്റ്റ് ടേം ടാൻ എക്സ് ആണ്, ഇവിടെ 2 ടാൻ എക്സ് ഉണ്ട്. ഓക്കെ, 1 ടാൻ എക്സ് പ്ലസ് 2 ടാൻ എക്സ്. 1 plus 2 is 3. So 3 tan x. 3 tan x minus tan cube x. 3 tan x minus tan cube x divided by 1 minus. Okay, ഈ 1 constant 1 ആദ്യം എഴുതി. ഇവിടെ ഇരിക്കുന്ന ടേം മൈനസ് ടാൻ സ്ക്വയർ എക്സ് മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് ആണ്. മൈനസ് ടാൻ സ്ക്വയർ എക്സ് മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ്, അതായത് മൈനസ് 1 മൈനസ് 2 ഉണ്ട്. minus 1 minus 2 is minus 3. So minus 3 tan square x. ഇതാണ് tan 3x ന്റെ ഇക്വേഷൻ. tan 3x is 3 tan x minus tan cube x divided by 1 minus 3 tan square x. tan 3x is 3 tan x minus tan cube x divided by 1 minus 3 tan square x. കോൺസ്റ്റൻസ് വരുന്നത് 1ഉം 3ഉം ആണ്. ഇവിടെ ഫസ്റ്റ് ടേമിൽ കോൺസ്റ്റന്റ് 1 ആണ്. സെക്കൻഡ് ടേമിൽ ഇവിടെ ഇരിക്കുന്ന കോൺസ്റ്റന്റ്, ഫസ്റ്റ് ടേമിലെ കോൺസ്റ്റന്റ് 3, സെക്കൻഡ് ടേമിലെ കോൺസ്റ്റന്റ് 1 ആണ്. കോൺസ്റ്റൻസ് വരുന്നത് 1ഉം 3 ആണ്. ന്യൂമറേറ്ററിൽ ടാൻ എക്സിന്റെ പവർ ടാൻ എക്സ് റേസ് ടു 1 ടാൻ എക്സ് റേസ് ടു 3 ആണ്. ഡിനോമിനേറ്ററിൽ 0ഉം 2ഉം ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി. 1 എന്ന് പറയുമ്പോൾ ടാൻ എക്സ് റേസ് ടു 0 ആണ്. ഓക്കെ, അങ്ങനെയും ഓർക്കാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഇതുപോലെ ബൈ ഹാർട്ട് അടിച്ച് വെക്കാം. tan 3x is equal to 3 tan x minus tan cube x divided by 1 minus 3 tan square x. അപ്പോൾ നമ്മൾ ഇന്ന് 10 ഇക്വേഷൻസ് പഠിച്ചു. ഓക്കെ, ഈ 10 ഇക്വേഷൻസും ടേബിളിൽ നല്ല വൃത്തിക്ക് ടേബിളിൽ എഴുതണം. ഒരു 3 പ്രാവശ്യം എഴുതിയിട്ട് പഠിക്കണം. ഓക്കെ, കാണാതെ എഴുതിയിട്ട് 3ഓ 4ഓ പ്രാവശ്യം എഴുതിയിട്ട് പഠിക്കണം. എല്ലാ ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഇയർ മാത്രമല്ല, സെക്കൻഡ് ഇയറും നമ്മളിത് ഉപയോഗിക്കും. ഒരുപാട് പ്രാവശ്യം ഈക്വേഷൻസ് ഉപയോഗിക്കും. ഓക്കെ, ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരും, ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരും. അങ്ങനെ കുറേ ചാപ്റ്റേഴ്സിൽ ഇത് ട്രിഗ്നോമെട്രി റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ആ ചാപ്റ്ററിലൊക്കെ മാർക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ട്രിഗ്നോമെട്രി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കണം. ഇപ്പം നമ്മൾ ഇന്ന് പഠിച്ച 10 ഇക്വേഷൻസ്, കോസ് ടു എക്സിന് 4 ഇക്വേഷൻസ് പഠിച്ചു. cos 2x is equal to cos square x minus sin square x. Cos 2x is equal to 2 cos square x minus 1. Cos 2x is 1 minus 2 sin square x. Cos 2x is equal to 1 minus tan square x divided by 1 plus tan square x. Sin 2x ന് 2 ഇക്വേഷൻസ് പഠിച്ചു. Sin 2x is 2 sin x cos x. Sin 2x is 2 tan x by 1 plus tan square x. Tan 2x ന് ഒരു ഇക്വേഷൻ ഉണ്ട്.
2 tan x divided by 1 minus tan square x. ഇതെല്ലാം 2xന്റെ ഇക്വേഷൻസ് ആണ്. അതിനുശേഷം നമ്മൾ 3x വരുന്ന 3 ഇക്വേഷൻസ് പഠിച്ചു. sin 3x is equal to 3 sin x minus 4 sin cube x. Cos 3x is 4 cos cube x minus 3 cos x. Tan 3x is equal to 3 tan x minus tan cube x divided by 1 minus 3 tan square x. 1 minus 3 tan square x. അപ്പോൾ നമ്മൾ ഇന്ന് 10 ഇക്വേഷൻസ് പുതിയതായിട്ട് പഠിച്ചു. ഓക്കെ, എല്ലാ ഇക്വേഷൻസും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം.